ഈ ഒരു മസാല ഉണ്ടോ, മസാല മാത്രം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു എരിവും ആ ഒരു പുളിയൊക്കെ ആയിട്ട് നല്ല നാടൻ മസാല ഉണ്ടല്ലോ, കാന്താരീൻ്റെ ആ ഒരു മസാല നന്നായിട്ട് പിടിച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്ത് ഇതാ ഈ ഒരു മയണൈസിൽ ഇങ്ങനെ മുക്കി നല്ല എരിയുണ്ട് കേട്ടോ. സംഭവം സെറ്റ് കേട്ടോ, നല്ല ഒരു നാടൻ എരിയുണ്ടല്ലോ ആ കാന്താരീൻ്റെ. ഒരു ക്രിസ്പി പൊറോട്ടയിൽ നിന്ന് ഇതാ ഈ ഒരു പീസ് ഇങ്ങനെ എടുത്ത് ഇതേ ഒരു ചെമ്മീൻ റോസ്റ്റ് കണ്ടോ, നല്ല മസാലയോട് കൂടി തന്നെ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും അറിയാനുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇനി സ്ക്വിഡ് കേട്ടോ, സ്ക്വിഡിൻ്റെ കൂടെ എനിക്ക് വേറെ ഒന്നും വേണ്ട, സ്ക്വിഡ് മാത്രം ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു മസാലയൊക്കെ ഒരുമിച്ച് തന്നെ എടുക്കാം. അടിപൊളി കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് കഴിച്ച് തന്നെ മനസ്സിലാക്കണം കേട്ടോ. എനിക്കിവിടെ വന്നാൽ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, റഹമത്തിലെ ഈ ഒരു ഐറ്റംസ് ഒക്കെ. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് മാത്രമല്ല കേട്ടോ, ഈ ഒരു സ്ക്വിഡ് ഉണ്ടല്ലോ ഇതും മസ്റ്റ് ട്രൈ ആട്ടോ. ഇതൊക്കെ മലബാർ സ്റ്റൈലാണ്, ഇതൊക്കെ ഡിന്നറിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു കാന്താരി കഴിച്ചിട്ട് നല്ല എരിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഹണി ചില്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതും വേറെ ലെവലാട്ടോ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇത് ഇവരുടെ റഹ്മത്ത് സ്പെഷ്യൽ ഒറിജിനൽ അൽഫാമാട്ടോ. ഇതുണ്ട്, ഉള്ളിലൊക്കെ നല്ല ജ്യൂസിയാണേ. ആ ഒരു മസാലയൊക്കെ അകത്താണെങ്കിലും ഇതാ ശരിക്കും പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു എനിക്കെപ്പോഴും ഈ ഒരു ഗ്രില്ല് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എരിവിൻ്റെ കൂടെ തന്നെ ആ ഒരു പുളിയും കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ. ആ ഒരു കോമ്പിനേഷനാണ് എനിക്കിഷ്ടം. ഈ ഒരു സെറ്റ് കണ്ടോ, ഈ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഈ ഒരു പെയറിന് വരുന്നത് 1.5 റിയാലാണ്. പിന്നെ ഒരു 4 ഫ്ലേവറും കൂടിയിട്ടുള്ള ഈ ഒരു ഇതിന് വരുന്നത് 2.5 റിയാലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് നല്ല എരിവുള്ള ഈ ഒരു പെരിപെറിയും പിന്നെ ബ്ലാക്ക് പെപ്പറും ആണ് കേട്ടോ. വലിയ രസമില്ല, ശരിക്കും പെരിപെറി ആയില്ല. ഈ ഒരു ട്രൈ ചെയ്തതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു കാന്താരിയും നോർമലും ഹണി ചില്ലിയും ആണ് കേട്ടോ. എനിക്ക് ആ ഒരു പെരിപെറിയും പെപ്പറും ഒരു ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതിൻ്റെ കൂടെ എനിക്ക് എടുത്ത് പറയേണ്ടത് ഇതാ ഇവരുടെ ഈ ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. നല്ല പുളിയും എരിവും ഒക്കെയുള്ളൊരു മസാല. ഈ ഒരു കുബൂസിൻ്റെ കൂടെയാണെങ്കിലും ഈ ഒരു ചിക്കൻ്റെ ഒക്കെ കൂടെയാണെങ്കിലും നല്ലൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആട്ടോ. ഇപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, അൽഗുബ്രയിലെ ഇന്ത്യൻ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള റഹ്മത്ത് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ റഹ്മത്തിൽ വന്ന് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.